ഹായ്, നമ്മളിപ്പോ ഒരു പാർക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഞായറാഴ്ചയാണ്. നമ്മളിങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ട് ഓരോ സ്ഥലത്തേക്ക് നമ്മൾ പോകും. നല്ല കാര്യമാണ്. കാരണം ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അധ്വാനിക്കാം. ബാക്കി ആ ഒരു ലാസ്റ്റ് ഡേ ഇപ്പൊ ദൈവം പറഞ്ഞ പോലെ 6 ദിവസം അധ്വാനിച്ചിട്ട് 7ാമത്തെ ദിവസം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന പോലെ തന്നെ നമുക്കും ഇതേപോലെ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കാര്യങ്ങളൊക്കെ അറിയാനും പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് SIP പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ SIP ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഒരു ചിട്ടിയിൽ കൂടെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുന്നതാണോ ഏറ്റവും നല്ലത്? കാരണം ഒരുപാട് പേര് പണ്ടത്തെ മീൻസ് നമ്മുടെ പാരന്റ്സ് ഒക്കെ ഒരുപാട് ചിട്ടിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടായിരിക്കും. നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ ഓൾറെഡി ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് മേ ബി. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു SIP ത്രൂ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്? ഇപ്പൊ SIP ത്രൂ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്കൊരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഒരു ലോങ് ടേമിലേക്കാണ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നല്ലൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് SIP ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ 10-30 വർഷം അല്ലെങ്കിൽ 20 വർഷം എടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുള്ളൂ. അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ചിട്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഒരു 12 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ ഒരു 10 ലക്ഷത്തിന്റെ ചിട്ടി ആണെങ്കിൽ അത് ഈ പറയുന്ന പോലെ ഒരു 30% ഫസ്റ്റിൽ തന്നെ നമ്മൾ വിരിക്കുകയാണെങ്കിൽ ആ ഒരു ലംസം കിട്ടുന്ന എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ നേരെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ബെറ്റർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ SIP ചെയ്യുന്നതിനേക്കാളും റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലാണ്. അത്രയും വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു റിട്ടേൺ SIP-നേക്കാളും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും നമ്മൾ ലംസമായിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നേരിട്ട് പക്ഷേ ഈ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷനൊക്കെ ഈ ഒരു SIP-നേക്കാൾ കൂടുതൽ ലംസം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ എഫക്ട് ചെയ്യും. പക്ഷെ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺ കിട്ടണമെങ്കിൽ എപ്പോഴും നല്ല റിസ്ക് നമ്മൾ എന്തായാലും എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു SIP ത്രൂ ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ ഈ ഒരു ചിട്ടി വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊരു നല്ലൊരു ഐഡിയ, ഒരു ഹൈബ്രിഡ് പ്ലാൻ പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതുപോലെയുള്ള ഐഡിയാസിന് വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഐഡിയാസിന് വേണ്ടിയിട്ടും പേജ് ഫോളോ ചെയ്യുക. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.